സേതി രാവിലെ തന്നെ തിടുക്കപ്പെട്ട് എഴുന്നേറ്റ് തയ്യാറായി. 8 മണിയോടെ പുറപ്പെടാം എന്നാണ് വിശ്വജിത്ത് പറഞ്ഞിരിക്കുന്നത്. സേതി കുളിച്ച് വന്നിട്ടും നിലയ്ക്ക് നേരം വെളുത്തില്ല. ജിത്തേട്ടൻ സമയത്തിന് തന്നെ വരൂട്ടോ, ഞാൻ കാത്തും നിൽക്കില്ല, പോവും. നീ കിടന്നുറങ്ങിയേക്കോ. 2 വട്ടം വിളിച്ചിട്ടും നില ഉണരാതെ വന്നപ്പോൾ സേതി അവളുടെ കയ്യിലെ രോമത്തിൽ പിടിച്ച് വലിച്ചു. എടി കോപ്പെ, രാവിലെ തന്നെ തുടങ്ങിക്കോ അവളുടെ ഒരു പിടിച്ചുപറി. നില എണീറ്റിരുന്നു കൈ തടവി. വൈകും നിളെ, എണീറ്റേ. 7 മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. നീ 8 അവൻ 10 മിനിറ്റുള്ളപ്പോൾ വിളിക്ക്. പിന്നെ നിൻ്റെ ബാഗിലോട്ട് എൻ്റെ ആ കിടക്കണ ജീൻസും 2 ടീഷർട്ടും എടുത്തു വെച്ചോ. അവിടെ ചെല്ലുമ്പോൾ ഇടാൻ നിൻ്റെ വല്ലതും തന്നാൽ മതി. എൻ്റെ നിനക്ക് എവിടെ കൊണ്ട് കയറ്റാനാണ്? ഓ, എന്നാൽ എൻ്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് കൂടി എടുത്ത് വയ്ക്കി. പറയലും നിള വീണ്ടും പുതപ്പിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി. മെസ്സിൽ പോണ്ടേ? കൊല്ലും ഞാൻ അവളുടെ ഒരു മെസ്സ്. പോകുന്ന വഴി 2 ദോശ വാങ്ങിത്തരാനുള്ള പാങ്ങ് കൂടി ഇല്ലേ നിൻ്റെ ചിത്തേട്ടന്? സേതി അതിനെ ചിരിച്ചു. നീ ഒന്ന് ഉറങ്ങാൻ വിട്, അങ്ങേര് വാങ്ങിത്തന്നില്ലേ ഞാൻ വാങ്ങിത്തരാം. നിള വീണ്ടും ബെഡിലേക്ക് വീണു. സേതി ചിരിയോടെ നീട്ടിവച്ച നിളയുടെ ഇടതു കൈയിലെ രോമങ്ങളെ ചീർപ്പ് വെച്ച് ഒന്ന് സൈഡിലേക്ക് ചീകി വെച്ചു. മെലിഞ്ഞു വെളുത്ത ആ നീലൻ കൈയിലെ നിരയൊത്ത രോമങ്ങൾ കാണാൻ ഒരു അഴകാണ്. സേതിക്ക് അത് എപ്പോഴും പിടിച്ചു വലിക്കാൻ തോന്നും. ഇപ്പോൾ വലിക്കാൻ നിന്ന അവളുടെ നല്ലത് കിട്ടുമെന്ന് ഉറപ്പായതുകൊണ്ട് ആ തോന്നൽ വിട്ട് നിലയ്ക്ക് വേണ്ട ഡ്രസ്സും സാധനങ്ങളും എടുത്തു വെച്ചു. 8 മണിക്ക് 15 മിനിറ്റുള്ളപ്പോൾ നിള സ്വയം എണീറ്റു. 5 മിനിറ്റിൽ പല്ല് തേപ്പും കഴിഞ്ഞ് ഡ്രസ്സ് മാറി അവൾ റെഡിയായി വന്നു. ക്ലോക്കിൽ ഇനിയും 5 മിനിറ്റ് ബാക്കിയാണ്. സാധാരണ അഴിച്ചിടാറുള്ള മുടി ഒന്നിച്ചെടുത്ത് ബാൻഡ് ഇടുന്ന നിളയെ സേതി നോക്കി. അപ്പോൾ കുളിക്കുന്നില്ലേ? സേതി തിരക്കി. എന്തി, നിൻ്റെ വീട്ടിൽ വെള്ളമില്ലേ? നിറച്ചുമുണ്ട്, അവിടെ ചെന്നിട്ട് കുളിക്കാം, സേതി പറഞ്ഞു. എന്നാൽ ഇറങ്ങാം. സിങ്ക് ബാഗ് എടുത്ത് ക്രോസായിട്ട് നില പുറത്തേക്ക് ഇറങ്ങി. അവൾക്ക് പിന്നാലെ ബാഗും എടുത്ത് റൂം ലോക്കാക്കി സേതിയും ഇറങ്ങി. വിശ്വജിത്ത് അവരെ വെയിറ്റ് ചെയ്ത് താഴെ ഉണ്ടായിരുന്നു. നില വേഗം ചെന്ന് ഫ്രണ്ട് ഡോർ തുറന്ന് സേതിയെ നോക്കി. അവൾ കയറിക്കോന്ന് കാണിച്ചതും നില കയറിയിരുന്നു. വിശ്വജിത്തിന് അവളുടെ ആ പ്രവൃത്തി ഇഷ്ടപ്പെട്ടു. അവൻ ചുണ്ട് ഉള്ളിലേക്ക് പിടിച്ചു ചിരി ഒതുക്കി. സേതി കൂടി കയറിയതും അവൻ കാറ് മുന്നോട്ടെടുത്തു. നില തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി. റെഡ് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് വേഷം. പതിവ് ഗൗരവം മുഖത്തില്ല. സാറിന് സനിച്ചേട്ടൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയോ? നില തിരക്കി. അറിയാം, അഡ്രസ്സ് എടുത്തിട്ടുണ്ട് കോളേജിൽ നിന്ന്. അവിടെ പരിചയമുള്ള ഒരാളോട് തിരക്കിയിരുന്നു. ആൾ കൃത്യമായി വീട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ടില്ല. നില അവനെയും സേതിയെയും കാണും വിധം ചെരിഞ്ഞിരുന്നു. മെയിൻ റോഡിലേക്കാണ് കടക്കുന്നത്. നിള സീറ്റ് ബെൽറ്റ് ഇട്ട് മര്യാദയ്ക്ക് ഇരുന്നേ. വിശ്വജിത്ത് പറഞ്ഞത് കേട്ട് വലിയ താല്പര്യമില്ലാതെ അവൾ ബെൽറ്റ് വലിച്ചിട്ടു. ഇത് സാറിൻ്റെ കാറാണോ? നിലയ്ക്ക് മിണ്ടാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, ഡേവിഡ് സാറിൻ്റെ ആണ്. അപ്പോൾ സാറിന് കാറില്ലേ? നാട്ടിലുണ്ട്. കോളേജിലേക്ക് നടക്കാൻ 10 മിനിറ്റ് മതി. അപ്പോൾ പിന്നെ കാറിൻ്റെ ആവശ്യമെന്ത്? ഓ അങ്ങനെ. പറയുന്നൊപ്പം നില ഒരു എക്സ്പ്രഷൻ കൂടി ചേർത്തു. വിശ്വജിത്ത് അവളുടെ ആ പറച്ചിൽ ഒന്ന് മൂളിക്കൊടുത്തു. 10-20 മിനിറ്റിൽ തന്നെ വിശ്വജിത്തിൻ്റെ കാർ ഗേറ്റ് കടന്ന് സനിയുടെ വീടിന് മുന്നിൽ നിന്നു. നില ഇറങ്ങിച്ചെന്ന് ഗേറ്റ് തുറന്നു. വിശ്വജിത്ത് കാർ ഉള്ളിലേക്ക് കയറ്റി നിർത്തി. പോർച്ചിൽ ഒരു കാർ കിടപ്പുണ്ട്. നില ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ബെല്ലടിച്ചു. സേതിയും വിശ്വജിത്തും ഇറങ്ങി അവൾക്കൊപ്പം വന്നു നിന്നു. സനിയാണ് വാതിൽ തുറന്നത്. മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് അവൻ ശരിക്കും അമ്പരന്നു. നിങ്ങൾ വായോ? പകപ്പ് വിട്ട് അവൻ അവരെ അകത്തേക്ക് വിളിച്ചു. ഞങ്ങൾ സേതിയുടെ വീട്ടിൽ പോകുന്ന വഴിയാ. അപ്പോൾ ഇവരാണ് പറഞ്ഞത് സനിയുടെ വീട്ടിൽ കയറിയിട്ട് പോവാന്ന്, അടുത്താണ് എന്ന്. അവൻ്റെ പകപ്പ് കണ്ട് വിശ്വജിത്ത് പറഞ്ഞു. നിൻ്റെ വീട്ടിലേക്ക് പോരാൻ തീരുമാനിക്കും മുന്നേ ഈ വരവ് നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ? നിള സേതിയെ തോണ്ടിക്കൊണ്ട് പതിയെ ചോദിച്ചു. നീ മിണ്ടാതിരുന്നേ. വാ നിള, സേതി. വിശ്വജിത്ത് സിറ്റ് ഔട്ടിലേക്ക് കയറിയിട്ടും സ്റ്റെപ്പിൽ തന്നെ നിൽക്കുന്നവരെ കണ്ട് സന്തോഷത്തോടെ സനി അവരെ അകത്തേക്ക് വിളിച്ചു. ആൻറ്റി എന്തേ? ഞങ്ങൾ ആൻറ്റിയെ കാണാമല്ലോ എന്ന് വെച്ച് ഇറങ്ങിയതാ. നിള അകത്തേക്ക് കടന്നു. പുറത്തെ സംസാരം കേട്ട് ലിൻഡ റൂമിൽ നിന്ന് എണീറ്റ് വന്നു. എൻ്റെ ഫ്രണ്ട്സാണ് അമ്മ. നിള, സേതി. പിന്നെ ഇത് സാറാണ്, വിശ്വജിത്ത്. സാറും സേതിയും കസിൻസാണ്. ഇവർ വീട്ടിലേക്ക് പോകുന്ന വഴി കയറിയതാണ്. മമ്മിക്ക് അവൻ എല്ലാവരെയും പരിചയപ്പെടുത്തി. എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുമ്പോഴും ലിൻഡയുടെ കണ്ണുകൾ കൂടുതലായി നിളയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. ആൻറ്റിക്ക് സുഖമായോ? നിള അവർക്കടുത്തേക്ക് ചെന്നു. എനിക്കങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല മോളെ.
ഇവൻ അനങ്ങാൻ സമ്മതിക്കാതെ പിടിച്ചു വയ്ക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമുള്ളൂ. അവർ സ്നേഹത്തോടെ നിലയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. വാ ഇരിക്കി. നിളയെ അടുത്തേക്കിരുത്തി ഒപ്പം സേതിയെയും വിളിച്ചിരുത്തി ലിൻഡ. വിശ്വജിത്തും സനിക്കൊപ്പം ഇരുന്നു. അവൻ മമ്മിയുടെ ആരോഗ്യത്തെക്കുറിച്ചും പപ്പയെക്കുറിച്ചുമൊക്കെ സനിയോട് തിരക്കി. ജെയ്സി ചേച്ചി, പെട്ടെന്ന് ഓർത്ത പോലെ ലിൻഡ അകത്തേക്ക് നോക്കി വിളിച്ചു. ഇത് സനിയുടെ ഫ്രണ്ട്സും സാറുമാണ്. ഇവർക്ക് കൂടി കഴിക്കാൻ എടുക്കണേ. അടുക്കളവാതിക്കൽ വന്ന ജെയ്സിയെ കണ്ടു ലിൻഡ വേഗം പറഞ്ഞു. അയ്യോ വേണ്ട, കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. നിള വേഗം കയറി പറഞ്ഞു. അയ്യോ അത് പറഞ്ഞാൽ പറ്റില്ല. അവർ വേഗം നിലയുടെ കയ്യിൽ പിടിച്ചു. ഞങ്ങൾ സേതിയുടെ വീട്ടിൽ പോവുകയാണെന്നും പോകാനുള്ള സാഹചര്യവും വിശ്വജിത്ത് അവരോട് പറഞ്ഞു. അതുകൊണ്ട് കഴിക്കാൻ നിന്ന് ലേറ്റ് ആവണ്ടല്ലോ എന്നുകൂടി ചേർത്തു. അത് പറഞ്ഞാൽ പറ്റില്ല മക്കളെ. ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നു പോകാൻ പോലും ആരുമില്ല. എന്തായാലും ഇത്രയും ദൂരം പോകാനുള്ളതല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം. ലിൻഡ നിർബന്ധം പറഞ്ഞപ്പോൾ സേതി ദയനീയമായി വിശ്വജിത്തിനെ നോക്കി. അവന് ഇഷ്ടപ്പെടുമോ എന്നൊരാശങ്ക. ലേറ്റ് ആവില്ല, കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലൊന്ന് വാങ്ങി ചായ കുടിയാൽ മതി. അവരുടെ ആശങ്ക കണ്ട് ജെയ്സി പറഞ്ഞു. ഒപ്പം പാല് വാങ്ങണമെന്ന് സനിയെ ഓർമ്മിപ്പിച്ചു. പാൽ ഞാനിപ്പോൾ വാങ്ങി വരാം. സനി പെട്ടെന്ന് കാറിൻ്റെ കീ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അവന് പിന്നാലെ വിശ്വജിത്തും പുറത്തേക്ക് ഇറങ്ങി. പോർച്ചിൽ നിന്ന് കാർ എടുക്കണമെങ്കിൽ വിശ്വജിത്തിൻ്റെ കാർ മാറ്റണം. പാൽ വാങ്ങാൻ ദൂരെ പോണോ? കാറിൻ്റെ കീ കയ്യിൽ പിടിച്ച് നിൽക്കുന്നവനെ നോക്കി വിശ്വജിത്ത് തിരക്കി. മിൽമയിൽ പോകണം, 1/2 കിലോമീറ്റർ ഉള്ളൂ. എന്നാൽ ഇതിൽ പോവാം, അത് ഇറക്കാൻ നിൽക്കണ്ട. വിശ്വജിത്ത് ഇറങ്ങി കാറിലേക്ക് കയറി. അവൻ പറഞ്ഞത് സമ്മതിച്ചുകൊണ്ട് സനിയും ഒപ്പം കയറിയിരുന്നു. വിശ്വജിത്തിനൊപ്പം സനി കൂടി കയറി പോകുന്നത് കണ്ട് സേതി ഒന്ന് സംശയിച്ചു. നിള ലിൻഡയുമായി വർത്തമാനത്തിലാണ്. ജെയ്സി ചേച്ചിയും വാതിക്കൽ നിന്ന് അവിടെ സംസാരം കേൾക്കുന്നുണ്ട്. സേതിക്ക് അവർ പറയുന്നത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ നോട്ടം ഗേറ്റിലേക്ക് മാത്രമായിരുന്നു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.